RRB ഗ്രൂപ്പ് ഡി ഉണ്ടല്ലോ, RRB ഗ്രൂപ്പ് ഡിയിൽ നമുക്ക് കുറച്ചൊക്കെ ഷോർട്ട് കട്ടുകൾ വെച്ച് ചെയ്യാം, ചിലതൊക്കെ നേരിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ പെർസെൻറ്റേജിനെ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പെർസെൻറ്റേജിൽ നിന്നുള്ള മറ്റൊരു പ്രോബ്ലമാണ്. നോക്കിക്കേ, ഇവിടെ 80% ഡിവിഷൻ എന്താണ്? 20%, അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നും. അതൊന്നും വേണ്ട. ഇതാണ്ട് ഈ 80% എന്നുള്ളതിന് അർത്ഥം എന്താണെന്ന് എന്നോട് പറഞ്ഞേ. 80 ഡിവൈഡഡ് ബൈ 100 ആണോ? ആണേ. 20% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 20 ഡിവൈഡഡ് ബൈ 100 ആണോ? ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? 80 ഡിവൈഡഡ് ബൈ 100 ഭാഗം 20 ഡിവൈഡഡ് ബൈ 100. ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനിത് പഠിപ്പിച്ചു തരികയാണ്. അപ്പം നോക്കിക്കേ, 80/100 ഈ ഡിവിഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമുക്ക് തിരിച്ചിട്ട് ഗുണിക്കാൻ പറ്റും. അപ്പം 80/100 എന്താകും? 100/20 ആവത്തില്ലേ? ഈ സംഖ്യയെ തിരിച്ചിടുമ്പോൾ അങ്ങനെ ആവത്തില്ലേ? അപ്പം നോക്കിക്കേ, ഈ 100ഉം ഛേദത്തിലും അംശത്തിലുമാണ് വന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ വെട്ടിക്കളയും. ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0, അത് രണ്ടും നമ്മൾ വെട്ടിക്കളയും. അങ്ങനെയാണെങ്കിൽ 8/2 എന്നാണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നവരെന്താണ്? പെർസെൻറ്റേജിൽ ആൻസർ കാണാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. പെർസെൻറ്റേജിൽ എന്ന് പറയുമ്പം ഇൻറ്റു 100 വരും, അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എത്ര ആവും? 400, അല്ലേ? 400 ആവത്തില്ലേ? സിമ്പിളി പെർസെൻറ്റേജ് ആദ്യം ചെയ്തു പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ചോദ്യത്തിൽ ഷോർട്ട് കട്ടുകളിലേക്ക് പോകാം. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ ഇതേപോലുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക.